നിഫ്റ്റി ഇന്നൊരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം 24,596 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആയാലും ഒരു സ്ട്രോങ് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നടത്തിയിരിക്കുകയാണ് എക്സ്പയറിയിൽ. നിഫ്റ്റിയുടെ ഈ ഒരു മൊമെന്റം പോസിറ്റീവ് ആണോ, നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണോ കൂടുതൽ, നമുക്ക് നോക്കാം. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡാണ്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാവുന്നതാണ്. ലോങ് ടൈം സിറ്റുവേഷൻ നിഫ്റ്റിനെ മനസ്സിലാക്കുക. ലോങ് ടൈം സിറ്റുവേഷൻ നമ്മൾ ഓൾമോസ്റ്റ് ഇത് ന്യൂസിൽ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അതായത് നിഫ്റ്റിക്ക് 24,300-400 ആ റേഞ്ചിൻ്റെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും മുൻ ആഴ്ചയിലെ വീക്കെൻഡ് വീഡിയോസിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണ് ആ ലെവൽ വരുന്നത്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിലായാലും മാർക്കറ്റിലായാലും ആ ഒരു വലിയൊരു ബൗൺസ് വന്നത് മെയിനായിട്ടുള്ള ആ ഒരു ലോങ് ടൈം വ്യൂവിൽ നമ്മൾ പറയുന്ന മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് നിന്നാണ്. വീഡിയോസ് കാണാത്തവർ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 24,300 അടുത്താണ് നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ്. 300-400 ഇടയിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നത്. പക്ഷേ നിഫ്റ്റി 300 ടച്ച് ചെയ്തില്ലെങ്കിലും 355 അവിടെ നിന്നാണ് ആ ഒരു ബൗൺസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലായിരുന്നു. സപ്പോർട്ടിലായതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗിൽ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. ആ ചെറിയ ടൈം ഫ്രെയിമിൽ ആ ഒരു ബൗൺസ് വന്നിരുന്നു. അതിനുശേഷം അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ നമുക്ക് രണ്ട് റെസിസ്റ്റൻസുകൾ നൽകിയിരുന്നു. ഈ രണ്ട് റെസിസ്റ്റൻസ് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം അടുത്തൊരു ബൈക്കായിട്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് നിലനിർത്തിയപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെൽ ആക്റ്റീവ് ആകുന്നത്. പക്ഷേ അടിയിൽ സപ്പോർട്ട് 24,392 നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡാണ്. അതിനുശേഷം വീണ്ടും 24,92 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെങ്കിലും അതിന് താഴെ 24,55 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അതിനുശേഷമാണ് ആ ഒരു ബൈ ആക്റ്റീവ് ആയിരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് സപ്പോർട്ടുകൾ രണ്ട് റെസിസ്റ്റൻസുകൾ അടുപ്പിച്ച് വരുന്ന സിറ്റുവേഷനിൽ രണ്ടിൻ്റെയും മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത കുറച്ച് സ്ട്രെങ്ത് ആണ്. പിന്നെ ഈ ഒരു ക്യാനിൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ട് സെല്ലില്ല. നമുക്ക് ഷോർട്ട് സെല്ല് ഇവിടെ ഒരു ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അവസാനത്തെ ഒരു സെക്ഷൻ വലിയൊരു ബൗൺസ് ആണ് ലാസ്റ്റ് ഒരു സെറ്റിൽ വന്നിരുന്നത്. നല്ലൊരു ഷോർട്ട് കവറിങ് റാലിയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടുതൽ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ നിഫ്റ്റി ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നതിന് ശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൻ്റെ താഴത്തേക്ക് പോയതിന് ശേഷമായിരുന്നു ആ ഒരു ബൗൺസ് വന്നിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാനിലാണ് നിഫ്റ്റി ഇപ്പോൾ ബൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്നാണ് 24,300. നിഫ്റ്റിയുടെ ടാർഗറ്റ് ഏരിയ ആണ് ഈ ഒരു ലെവൽ. ആ ഒരു ഏരിയ എന്നാണ് 24,300-400 ഈ റേഞ്ചിലിടയിൽ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും താഴെ വന്നാലും ഈ ഒരു ലെവലിൻ്റെ അടുത്ത് നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ എക്സാക്റ്റ് സപ്പോർട്ട് ഏതാണെന്ന് അറിയണം നമുക്ക്. പിന്നെ മാത്രമല്ല, നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷനിൽ ബൈയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിഫ്റ്റി ബൈയിലേക്ക് കടന്നിട്ടില്ല. നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ചേഞ്ച് ആയിട്ടില്ല. ഇന്നത്തെ മാർക്കറ്റിൽ ലോവർ ലെവലിൽ നിന്ന് സ്ട്രോങ് ബൗൺസ് നടന്നാലും ഇനി വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും അടുത്ത റെസിസ്റ്റൻസിൻ്റെ ഒക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നിലനിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈയിലേക്ക് കടക്കുന്ന ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹയർ ലെവൽ നമ്മൾ നൽകിയിരിക്കുന്ന ലെവൽ 24,950 മുകളിലാണ് നിഫ്റ്റിക്ക് റിവേഴ്സൽ. ഇപ്പോഴത്തെ സിറ്റുവേഷനിലും നിഫ്റ്റി ഇത് തന്നെയാണ് നിഫ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ളൊരു ബൗൺസ് മാത്രമാണ്. നമുക്ക് ലോങ് ടൈം വ്യൂവിൽ ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ, സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റി നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള നമുക്ക് മൊമെന്റം ലഭിക്കുന്ന റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിഫ്റ്റിക്കയിലും ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുള്ളതാണ്. 24,538. ഈ സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ബൗൺസിന് തന്നെയാണ് ചാൻസ് വരുന്നത്. ഈ ഒരു
കാരണം നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസുകളുണ്ട്. നമുക്ക് നിഫ്റ്റി ഒരു ബൈയിലേക്ക് കടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 24,670 റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 24,670 താഴെ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇൻ കേസ് ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 24,725 റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത് 24,775. ഇത് രണ്ടും നിഫ്റ്റി റെസിസ്റ്റൻസുകളാണ്, സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നിഫ്റ്റിയിലെ നല്ലൊരു സപ്പോർട്ട് ഇത് തന്നെയാണ് 24,538. അതുകൊണ്ട് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ് 24,538 ഒരു താഴെയാണെങ്കിൽ ഇതൊരു ബൈനർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പക്ഷെ നിങ്ങൾ 538 താഴെ ഒരു കാലിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,455 ആണ്. 455 ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 24,444 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലൊക്കെ ആണെങ്കിൽ 445 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് വീണ്ടും ഫർദർ ആയിട്ടുള്ള ബൈ ആണെങ്കിൽ 538 മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ 538 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്ത് അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താലാണ് പിന്നെ ഒരു ഫർദർ ആയിട്ടുള്ള ആ ഒരു ബൈ വരുന്നത്. കാരണം ഇവിടുന്ന് ഒരു ബൈയുടെ ടാർഗറ്റ് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ വരെയാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് വീക്ക് ആവുന്ന ഒരു സമയത്ത് 24,442 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 366 സപ്പോർട്ടാണ്. ലോവർ ലെവൽ സ്ട്രോങ് സപ്പോർട്ടുകൾ 300-400 റേഞ്ചിൻ്റെ ഇടയിലാണ് സപ്പോർട്ട് വരുന്നത്. ലോവർ ലെവൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഫോളോ ചെയ്യുക. 24,300 താഴത്തേക്ക് പോയാലും 300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്താലാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാളിൻ്റെ ഒരു സാധ്യത. 24,368 ഈ ലോവർ ലെവലാണ് ഞാൻ പറയുന്നത്. 24,368 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 400 മുകളിലേക്ക് കയറാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും. അടുത്ത റെസിസ്റ്റൻസ് വരെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഇത്ര വലിയൊരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അടുത്ത റെസിസ്റ്റൻസിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. മാർക്കറ്റിലെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് കവറിങ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മൊമെന്റ് ആണ് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു എക്സ്പയറി സംഭവിച്ചത്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ താൽക്കാലികമായിട്ട് ഫോളോ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കുക. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ വീഡിയോസിൽ കാണാം. താങ്ക് യു.